Dear students, plus 2 accounting in the second chapter aya accounting for partnership firms basic concepts ഈ ചാപ്റ്ററിലെ 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അല്പം വിശദീകരണങ്ങളും അടങ്ങിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Question number 1. Which among the following statement is true about number of partners as per Partnership Act 1932? 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്നേഴ്സിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മിനിമം 2 മാക്സിമം 20, മിനിമം ഓപ്ഷൻ ബി മിനിമം 5 നോ മാക്സിമം ലിമിറ്റ്, ഓപ്ഷൻ സി മിനിമം 2 മാക്സിമം 25, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മിനിമം 2 മാക്സിമം 20. 2013 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പാർട്ട്നേഴ്സിൻ്റെ എണ്ണം 100 വരെ ആകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പ്രകാരമുള്ള എണ്ണമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമുള്ള നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ എണ്ണമാണ് ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മിനിമം 2 മാക്സിമം 20. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ പേഴ്സൺ ഹൂ ഫോം ദ പാർട്ണർഷിപ്പ് കളക്റ്റീവ്ലി നോൺ ആസ്. പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കുന്ന പാർട്ട്നേഴ്സിനെ എല്ലാവരെയും കൂടെ സംയുക്തമായി എന്ത് പേരിലാണ് വിളിക്കുക? ഓപ്ഷൻ എ പാർട്ട്നേഴ്സ്, ഓപ്ഷൻ ബി ഫേം, ഓപ്ഷൻ സി കമ്പനി, ഓപ്ഷൻ ഡി സോൾ ട്രേഡിംഗ് കൺസേൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫേം. പാർട്ട്നേഴ്സിനെ എല്ലാവരെയും കൂടെ സംയുക്തമായി കളക്റ്റീവ് നെയിമാണ് ഫേം എന്ന് പറയുന്നത്. ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളെ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3. പാർട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എ ഡാഷ് ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ആർ ലീഗലി കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. നിയമപരമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന ആളുകൾ ചേർന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കുന്നത്? ഓപ്ഷൻ എ ആക്ട്, ഓപ്ഷൻ ബി റൂൾസ്, ഓപ്ഷൻ സി എഗ്രിമെൻറ്റ് ഓർ ഡീഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എഗ്രിമെൻറ്റ് ഓർ ഡീഡ്. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അടിസ്ഥാനം തന്നെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന എഗ്രിമെൻ്റ് ആണ്. ഇതിനെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡീഡ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അടിസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 4. In a partnership firm, the partner's liability is unlimited and at the same time it is dash. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ബിസിനസ് സ്റ്റഡീസിൽ. അതേസമയം തന്നെ അത് മറ്റൊരു സംഗതി കൂടിയാണ്. ഓപ്ഷൻ എ എന്താണത്? ഓപ്ഷൻ എ ജോയിൻ്റ് ആൻഡ് സെവറൽ, ഓപ്ഷൻ ബി ജോയിൻ്റ് ഓൺലി, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ ഓൺലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജോയിൻ്റ് ആൻഡ് സെവറൽ. അതായത് പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്ന് മാത്രമല്ല, എല്ലാ പാർട്ട്നേഴ്സിനും കളക്റ്റീവായിട്ടുള്ള ബാധ്യതയുമുണ്ട്, അതായത് ജോയിൻ്റ് ആയിട്ടുള്ള ബാധ്യതയുമുണ്ട്. അതുപോലെ ഓരോ പാർട്ട്നേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് തനിച്ചുള്ള ബാധ്യതയുമുണ്ട്, ഇൻഡിവിജ്വൽ ലാബിലിറ്റിയും ഉണ്ടെന്നർത്ഥം. അതിനാണ് പാർട്ട്നേഴ്സ് ലാബിലിറ്റി ഈസ് അൺലിമിറ്റഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ജോയിൻ്റ് ആൻഡ് സെവറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് ആസ് എഗ്രീഡ് ടു ബൈ ദ പാർട്ണർ ഈസ് കോൾഡ് ഡാഷ്. പാർട്ട്നേഴ്സ് എല്ലാവരും പരസ്പരം ഒപ്പുവെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ ഏത് പേരിലാണ് വിളിക്കുക? ഓപ്ഷൻ എ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്, ഓപ്ഷൻ ബി പാർട്ണർഷിപ്പ് ഡീഡ്, ഓപ്ഷൻ സി എഗ്രിമെൻറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ് ഇവിടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നും പാർട്ണർഷിപ്പ് ഡീഡ് എന്നും എഗ്രിമെൻറ്റും എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആൻസർ. സോ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ മെയിൻ പർപ്പസ് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഈസ് ഡാഷ്. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് അടിസ്ഥാനപരമായ പർപ്പസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ടു ഹാവ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഫോർ റണ്ണിങ് ദ ബിസിനസ് സ്മൂത്ത്ലി, ഓപ്ഷൻ ബി ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട്സ് ഇൻ ഫ്യൂച്ചർ, ഓപ്ഷൻ സി ടു റിമൈൻഡ് പാർട്ട്നേഴ്സ് അബൌട്ട് ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ്. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ടു ഹാവ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഫോർ റണ്ണിങ് ദ ബിസിനസ് സ്മൂത്ത്ലി, സമാധാനപരമായി ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത്. അതുപോലെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങൾ, കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുക. അതുപോലെ പാർട്ട്നേഴ്സിനെ അവരുടെ അവകാശങ്ങളെപ്പറ്റി, കർത്തവ്യങ്ങളെപ്പറ്റി, ബാധ്യതകളെപ്പറ്റി, അതല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. ഇത് മൂന്നും എയും ബിയും, ഓപ്ഷൻ എയും ബിയും സിയും പർപ്പസ് തന്നെയാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 7. In the absence of partnership deed or an express agreement or deed is silent about profit sharing, profits and losses are shared dash. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇല്ലാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ട് പക്ഷേ അതിൽ ചില പ്രൊവിഷൻസ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഇല്ലാതിരിക്കുമ്പോഴോ ലാഭവും നഷ്ടവും എങ്ങനെ ഷെയർ ചെയ്യും?
Option A, on the basis of capital contribution. Option B, active partners only. Option C, equally. Option D, no profit sharing. Correct answer, option C, equally. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന കാര്യം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് പ്രോഫിറ്റ് ഷെയറിംഗ്, പിന്നൊന്ന് റെമുനറേഷൻ ടു പാർട്ണേഴ്സ്, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്രോഫിറ്റ് ഷെയറിംഗ്. അതായത് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എഗ്രിമെൻറ്റിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ സംബന്ധിച്ച് വ്യക്തമായ കാര്യം പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ ലാഭവും നഷ്ടവും തുല്യമായി വിധിക്കണമെന്നാണ് റൂൾസിൽ പറയുന്നത്. അതുപ്രകാരം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഈക്വലി. Question number 8. The minimum rate of interest on loan given to the partners who contribute a loan to the firm in addition to their capital contribution is dash percentage. Capital contribution പുറമെ ഏതെങ്കിലും ഒരു പാർട്ണർ ഒരു തുക ഫേമിന് ലോണായി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ലോണിന് നൽകേണ്ടുന്ന മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 6%, ഓപ്ഷൻ സി 12%, ഓപ്ഷൻ ഡി നോ ക്ലെയിം ഫോർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 6%. ഇതും റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന കാര്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മിനിമം 6% കൊടുക്കണമെന്നുള്ളത്. എഗ്രിമെൻറ്റിൽ അതിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജിന് പാർട്ട്നേഴ്സിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. ഇത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് അല്ല. ക്യാപിറ്റലിന് പുറമെ ഏതെങ്കിലും പാർട്ണർ ഒരു ലോണായിട്ട് ഒരു എമൗണ്ട് ഫേമിന് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ലോണിന് ഫേമിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടുന്ന മിനിമം ഇൻട്രസ്റ്റ് ആണ്. മിനിമമാണ് 6%, മാക്സിമം അല്ല. Question number 9. The partners capital account and current account are dash type of accounts. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഏത് തരം അക്കൗണ്ട് ആണ്? വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട്? ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട്. പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് വ്യക്തിപരമായ അക്കൗണ്ടുകളാണ്. അവരവരുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളാണ്. സോ ദേ ആർ പേഴ്സണൽ അക്കൗണ്ട്. Question number 10. Which among the following items are admissible if there is no partnership agreement? പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് അഭാവത്തിൽ താഴെ തന്നിട്ടുള്ള ഏതെല്ലാം ഐറ്റംസ് ആണ് അനുവദനീയമായിട്ടുള്ളത്? ഓപ്ഷൻ എ സാലറി ടു പാർട്ട്നേഴ്സ്, ഓപ്ഷൻ ബി കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ നൺ ഓഫ് ദീസ്. എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ ഒരു പാർട്ണർക്കും സാലറിക്ക് അർഹത ഉണ്ടാവില്ല, ഒരു പാർട്ണർക്കും കമ്മീഷൻ അർഹത ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആർക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 10ൻ്റെ കറക്റ്റ് ആൻസർ none of these. Question number 11. Profit and loss appropriation account is prepared to find out. എന്തിനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ടു കാൽക്കുലേറ്റ് ഡിവിസിബിൾ നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ടു ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് among the partners, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എബോവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എബോവ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രധാനമായും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ഒന്ന്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും ശേഷം പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കപ്പെടേണ്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ നെറ്റ് പ്രോഫിറ്റിനാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. സോ ടു കാൽക്കുലേറ്റ് ദ ഡിവിസിബിൾ നെറ്റ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് among the partners. പാർട്ട്നേഴ്സിന് ഏതെല്ലാം ഐറ്റംസ് ആയിട്ട്, സാലറി ആയിട്ടോ കമ്മീഷനായിട്ടോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ടോ ഇങ്ങനെ എന്തെല്ലാമാണ് വീതിച്ച് നൽകിയിരിക്കുന്നത് അതിൻ്റെ വിതരണം സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ അപ്രോപ്രിയേഷൻ സൂചിപ്പിക്കുക. അപ്പോൾ ഓപ്ഷൻ എയും ബിയും ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എബോവ്. Question number 12. Which among the following is the correct treatment of interest on drawings in profit and loss appropriation account? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത്, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ സി ക്രെഡിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഇറ്റ് വിൽ നോട്ട് അപ്പിയർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സിന് ഫേമിൽ നിന്ന് ലഭിക്കുന്ന സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് അങ്ങനെയുള്ളതെല്ലാമാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ട്രാൻസ്ഫർ ടു റിസർവും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ ഓൾ അപ്രോപ്രിയേഷൻസ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സുമാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ക്രെഡിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ വരുന്ന നെറ്റ് പ്രോഫിറ്റ് ഒഴികെ വരുന്ന ഒരേ ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് among the following items will not appear in profit and loss appropriation account? താഴെ തന്നിട്ടുള്ളതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരാത്ത ഐറ്റം ഏത്? ഓപ്ഷൻ എ ഡ്രോവിങ്സ്, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഓപ്ഷൻ ഡി സാലറി, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് എക്സെട്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡ്രോവിങ്സ്. ഡ്രോവിങ്സ് ഓഫ് പാർട്ണർ അപ്രോപ്രിയേഷൻ ഐറ്റം അല്ല, അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റുമല്ല, ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റുമല്ല. അതുകൊണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും വരില്ല.
പാർട്ട്നേഴ്സിൻ്റെ സാലറി, പാർട്ട്നേഴ്സിനുള്ള കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവയെല്ലാം അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. സോ അതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരും, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. പക്ഷേ ഡ്രോവിങ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റോ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റോ അല്ല. അതുകൊണ്ട് അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് വരേണ്ടത്. സോ കറക്റ്റ് ആൻസർ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരാത്തത് ഓപ്ഷൻ എ, ഡ്രോവിങ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റ്സ് വെൻ ദർ ഈസ് ഡാഷ്. എപ്പോഴാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, സാലറി ഓർ കമ്മീഷൻ ടു എ പാർട്ണർ. ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓപ്ഷൻ സി, വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ അഡീഷണൽ ക്യാപിറ്റൽ. ഓപ്ഷൻ ഡി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റലിലെ ബാലൻസ് സ്ഥിരമായി നിലനിൽക്കുകയാണ് ചെയ്യുക, അതിന് വ്യത്യാസം സംഭവിക്കാറില്ല. അത് വ്യത്യാസം വരുന്നത് രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ പകുതിയാക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ 4/1 വിഡ്രോ ചെയ്യാം. ഇങ്ങനെയുള്ള എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലെ വിഡ്രോവൽ, നോർമൽ ഡ്രോവിങ്സ് അല്ലാതെ വരുമ്പോഴാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ അഡീഷണൽ ക്യാപിറ്റൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ഓഡ് വൺ. താഴെ തന്നിട്ടുള്ളവയിൽ വേറിട്ട് നിൽക്കുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, സാലറി ഓർ കമ്മീഷൻ ടു പാർട്ണർ. ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓപ്ഷൻ സി, ഡ്രോവിങ്സ് ഓഫ് പാർട്ണർ. ഓപ്ഷൻ ഡി, ഷെയർ ഓഫ് പ്രോഫിറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഡ്രോവിങ്സ് ഓഫ് പാർട്ണർ. സാലറി ഓർ കമ്മീഷൻ ടു പാർട്ണർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണ്. ഡ്രോവിങ്സ് ഓഫ് പാർട്ണർ അപ്രോപ്രിയേഷൻ ഐറ്റം അല്ല, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് വരേണ്ടത്. സോ വേറിട്ട് നിൽക്കുന്ന പ്രസ്താവന ഓപ്ഷൻ സി, ഡ്രോവിങ്സ് ഓഫ് പാർട്ണർ, അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഡെബിറ്റ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് വിൽ അപ്പിയർ ഇൻ ഡാഷ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ്, കറണ്ട് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിൽ വരും? ക്യാപിറ്റൽ അക്കൗണ്ടിനും അതുപോലെ കറണ്ട് അക്കൗണ്ടിനും സാധാരണഗതിയിൽ നോർമലി ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. വളരെ അപൂർവമായിട്ട് കൂടുതൽ വിഡ്രോവൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ് വരുമ്പോഴോ ഒക്കെ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വരാം. അങ്ങനെ വന്നാൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് വരിക? ഓപ്ഷൻ എ, അസറ്റ് സൈഡ്. ഓപ്ഷൻ ബി, ലാബിലിറ്റി സൈഡ്. ഓപ്ഷൻ സി, നോട്ട് ടേക്കൺ ടു ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അസറ്റ് സൈഡ്. കറണ്ട് അക്കൗണ്ടിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് ബാലൻസ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ തന്നെയാണ് വരേണ്ടത്. ഈ രണ്ട് അക്കൗണ്ടിനും ഡെബിറ്റ് ബാലൻസ് വന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ക്രെഡിറ്റ് ടു പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഓപ്ഷൻ ബി, ഡെബിറ്റ് ടു പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഓപ്ഷൻ സി, ഡെബിറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓപ്ഷൻ ഡി, ക്രെഡിറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ക്രെഡിറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും പാർട്ണേഴ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലും. ക്വസ്റ്റ്യൻ നമ്പർ 18. ട്രാൻസ്ഫർ ടു റിസർവ് ഇഫ് എനി ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. റിസർവിലേക്കുള്ള ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി, കറണ്ട് അക്കൗണ്ട്. ഓപ്ഷൻ സി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ആണ് സാധാരണഗതിയിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫേമിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം, ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് മാറ്റി വയ്ക്കുന്നതെങ്കിൽ അതിനാണ് ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുക. ഇതും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരിക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ബൈ കൺസിഡറിംഗ് വിച്ച് അമംഗ് ദ ഫോളോവിങ് ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുന്നത്? ഓപ്ഷൻ എ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓപ്ഷൻ ബി, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി, പീരീഡ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അറിയണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയണം, അതുപോലെ എത്ര കാലത്തേക്കാണ്, 1 ഇയറിലേക്കാണോ 6 മാസത്തേക്കാണോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതായത് പീരീഡ് എത്ര മാസമാണ് എന്നറിയണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. താഴെ തന്നിട്ടുള്ള ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള ഐറ്റം ഏതാണ്? ഓപ്ഷൻ എ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓപ്ഷൻ സി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യപ്പെടുന്ന എക്സ്പെൻസ് എല്ലാം ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറയുന്നതെല്ലാം അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ല. ഫേമിന് ലോസ് ആണെങ്കിലും ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നൽകേണ്ടതാണ്. സോ കറക്റ്റ് ആൻസർ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് ഐറ്റം ഓപ്ഷൻ എ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ക്വസ്റ്റ്യൻ നമ്പർ 21. പാർട്ട്നേഴ്സ് സാലറി ഈസ് ഡെബിറ്റ് ടു ഡാഷ് അക്കൗണ്ട്. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക? ഓപ്ഷൻ എ, ട്രേഡിംഗ് അക്കൗണ്ട്. ഓപ്ഷൻ ബി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ സി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓപ്ഷൻ ഡി, ക്യാപിറ്റൽ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ
ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി അപ്രോപ്രിയേഷൻ ഐറ്റം ആയതിനാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. Question number 22. In the case of fixed capital method, drawings of partner is closed by transfer it to. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോവിങ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഏത് അക്കൗണ്ടിൽ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡെബിറ്റ് ഓഫ് കറണ്ട് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡെബിറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ സി ക്രെഡിറ്റ് ഓഫ് കറണ്ട് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്രെഡിറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡെബിറ്റ് ഓഫ് കറണ്ട് അക്കൗണ്ട്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ വർഷവും നടക്കുന്ന നോർമൽ ഡ്രോവിങ്സ് എന്ന് പറയുന്നത് ക്യാഷ് ഡ്രോവിങ്സ് ആണെങ്കിൽ അത് ആ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ഡ്രോവിങ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ഇയർ എൻഡിൽ അത് കറണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡെബിറ്റ് ഓഫ് കറണ്ട് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് among the following is to be paid even if there is a loss to the firm? ഫേമിന് നഷ്ടമാണെങ്കിലും താഴെ തന്നിട്ടുള്ളതിൽ താഴെ കൊടുത്തതിൽ അനുവദിക്കേണ്ടുന്ന ഐറ്റം ഏതാണ്? ഓപ്ഷൻ എ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഓപ്ഷൻ ഡി പാർട്ട്നേഴ്സ് സാലറി. കറക്റ്റ് ആൻസർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്രോപ്രിയേഷൻ ഐറ്റംസ് ഒന്നും ഫേമിന് നഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ വ്യവസ്ഥയില്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫേമിന് നഷ്ടമാണെങ്കിലും പ്രോഫിറ്റ് കുറവാണെങ്കിലും നിർബന്ധമായും കൊടുക്കണം. കാരണം അത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, അപ്രോപ്രിയേഷൻ ഐറ്റം അല്ല. സോ കറക്റ്റ് ആൻസർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. Question number 24. If opening capital is not given, what are the items to be added with the closing capital to find out opening capital? ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ഏതെല്ലാം ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഡ്രോവിങ്സ്, ഓപ്ഷൻ ബി ഷെയർ ഓഫ് ലോസ് ഇഫ് എനി, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ആയ ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഷെയർ ഓഫ് ലോസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആഡ് ചെയ്യുകയും ക്യാപിറ്റൽ ബാലൻസ് വർദ്ധിപ്പിക്കുന്ന ഐറ്റംസ് ആയ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, അഡീഷണൽ ക്യാപിറ്റൽ ഇങ്ങനെയുള്ളതെല്ലാം കുറയ്ക്കുകയും ചെയ്യണം. സോ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഡ്രോവിങ്സും ഷെയർ ഓഫ് ലോസും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സുമാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 25. If different amount withdrawn at different intervals, which method of interest on drawings is used for calculation of interest on drawings? പല തുകകൾ പല തവണയായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഏത് തരം മെത്തേഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പ്രോഡക്റ്റ് മെത്തേഡ്, ഓപ്ഷൻ ബി ആവറേജ് പീരീഡ് മെത്തേഡ്, ഓപ്ഷൻ സി എനി ഓഫ് ദീസ് മെത്തേഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു പാർട്ണർ പല തുകകൾ പല തവണയായിട്ട് ഒരു വർഷം വിഡ്രോ ചെയ്യുമ്പോഴാണ് പ്രോഡക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 എന്ന ഇക്വേഷൻ പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്രോഡക്റ്റ് മെത്തേഡ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ആവറേജ് പീരീഡ് മെത്തേഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ആപ്ലിക്കബിൾ വെൻ ദർ ഈസ് ഡാഷ്. ആവറേജ് പീരീഡ് മെത്തേഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എപ്പോഴാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക? ഓപ്ഷൻ എ ഡ്രോവിങ്സ് വൺസ് ഇൻ അൻ ഇയർ, ഓപ്ഷൻ ബി ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, ഓപ്ഷൻ സി ഡിഫറൻറ്റ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ഡിഫറൻറ്റ് ഇൻ്റർവെൽസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഒരു നിശ്ചിത തുക എല്ലാ മാസവും അല്ലെങ്കിൽ നിശ്ചിതമായ ഇടവേളകളിൽ, അത് ചിലപ്പോൾ മാസമായിരിക്കാം അല്ലെങ്കിൽ ക്വാർട്ടർ ആയിരിക്കാം, അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോഴാണ് ഈ മെത്തേഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഉപയോഗിക്കുക. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡ്രോവിങ്സ് ഇൻ അൻ ഇയർ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരീഡ് ബൈ 12 ആണ്. ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ മീൻസ് ഡാഷ്. എന്താണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഗ്യാരണ്ടീഡ് സാലറി ടു പാർട്ണർ, ഓപ്ഷൻ ബി ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, ഓപ്ഷൻ സി ഗ്യാരണ്ടീഡ് മിനിമം പ്രോഫിറ്റ് ടു എ പാർട്ണർ even if there is loss or insufficient profit in an year, option D none of the above. Correct answer option C guaranteed minimum profit to a partner even if there is loss or insufficient profit in an year. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലിരിക്കുന്ന ഒരു പാർട്ണർക്കോ പുതുതായി വരുന്ന ഒരു പാർട്ണർക്കോ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മിനിമം പ്രോഫിറ്റായി മറ്റ് പാർട്ണേഴ്സ് എല്ലാവരുമോ ആരെങ്കിലുമൊക്കെ ചേർന്ന് വാഗ്ദാനം ചെയ്യുന്നതിനെയാണ്. അപ്പോൾ ഒരു വർഷം ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറവാണെങ്കിലും ഈ മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് മറ്റ് പാർട്ണേഴ്സ് ചേർന്ന് നൽകേണ്ടതാണ്. സോ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഗ്യാരണ്ടീഡ് മിനിമം പ്രോഫിറ്റ് ടു എ പാർട്ണർ ഈവൺ ഇഫ് ദർ ഈസ് ലോസ് ഓർ ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഇൻ ആൻ ഇയർ. Question number 28. Which among the following is called a deficiency in profit?
താഴെ തന്നിട്ടുള്ള എന്തിനെയാണ് ഡെഫിഷ്യൻസി ഇൻ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ദ എമൗണ്ട് അറൈവ്ഡ് അറ്റ് ബൈ ഡിഡക്റ്റിംഗ് നോർമൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. ഓപ്ഷൻ ബി, ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. ഓപ്ഷൻ സി, ദ നോർമൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓപ്ഷൻ ഡി, ഡിവിസിബിൾ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഫേം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ദ എമൗണ്ട് അറൈവ്ഡ് അറ്റ് ബൈ ഡിഡക്റ്റിംഗ് നോർമൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ടു എ പാർട്ണർ എന്നുള്ളതിലാണ് നമ്മൾ ഡെഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഡെഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് മൈനസ് നോർമൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് കുറവുള്ള വർഷങ്ങളിൽ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിനേക്കാൾ കുറവായിരിക്കും നോർമൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആ ഗ്യാരണ്ടീഡ് പാർട്ണർക്ക് ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ ഡെഫിഷ്യൻസി കണ്ടുപിടിക്കുകയും ആ ഡെഫിഷ്യൻസി മറ്റ് പാർട്ണേഴ്സ് ചേർന്ന് അദ്ദേഹത്തിന് നൽകി മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് അദ്ദേഹത്തിന് ഗ്യാരണ്ടീഡ് പാർട്ണർക്ക് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡെഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇറ്റ് ഈസ് ദ എമൗണ്ട് അറൈവ്ഡ് അറ്റ് ബൈ ഡിഡക്റ്റിംഗ് നോർമൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. നോർമൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഡിഫറൻസ് എമൗണ്ട് ആണ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഡാഷ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്തുതരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഫേം. ഓപ്ഷൻ ബി, ഡിവിസിബിൾ ലോസ് ഓഫ് ഫേം. ഓപ്ഷൻ സി, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ഫേംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Option D, to record adjustment items wrongly treated or omitted while preparing partner's capital account. Correct answer option D, to record adjustment items wrongly treated or omitted while preparing partner's capital account. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലോ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യാതിരിക്കുകയോ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ മിസ്റ്റേക്സ് പരിഹരിക്കുന്നതിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ടെമ്പററി അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ, ടു റെക്കോർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് റോങ്ലി ട്രീറ്റഡ് ഓർ ഒമിറ്റഡ് വൈൽ പ്രിപ്പയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ 2 അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ആൻഡ് എവരി പാർട്ണർ? ഏത് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരമാണ് ഓരോ പാർട്ണർക്കും 2 അക്കൗണ്ട് വീതം പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓപ്ഷൻ ബി, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓപ്ഷൻ സി, ബോത്ത് മെത്തേഡ്സ് എബോവ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ് ഓരോ പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വരുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ആകെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ടും റെക്കോർഡ് ചെയ്യുന്നു. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. 30 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അല്പം വിശദീകരണങ്ങളും കംപ്ലീറ്റ് ആയിരിക്കുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.